പി കെ ശ്രീമതി ടീച്ചർ കൂടി നമ്മോടൊപ്പം എത്തുകയാണ്. ശ്രീമതി ടീച്ചർ, അതായത് സ്ത്രീകൾക്കെതിരായി സൈബർ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. പരാതി നൽകിയ ഉടൻ ഹണി റോസിന്റെ വിഷയത്തിൽ നടപടി സ്വീകരിക്കുകയാണ് സർക്കാർ. വളരെ വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണിത്. അതിലാദ്യമായിട്ട് ഹണി റോസ് അഭിനന്ദിച്ച പോലെ മുഖ്യമന്ത്രിയെ ഞാനിതിൽ പ്രത്യേകം ഈ കാര്യത്തിൽ പോലീസുകാരെ കൊണ്ട് അത്രയേറെ ശുഷ്കാന്തി കാണിപ്പിക്കാൻ എടുത്ത ആ നടപടിയെ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും അയാൾ അർഹിക്കുന്ന അത് തന്നെയാണ് ഈ കേസും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറസ്റ്റും. അതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതായത് സ്ത്രീ വിരുദ്ധത കാട്ടിയാൽ എത്ര ഉന്നതനായാലും കയ്യാമം വെക്കും കേരളത്തിൽ എന്ന മാതൃകാപരമായ സന്ദേശം കൂടി ഇതിൽ ഉള്ളടങ്ങിയിട്ടുണ്ട് ടീച്ചർ. അയാൾ ഉന്നതനാണോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്കത്ര വലിയൊരു താല്പര്യം അങ്ങനെയുള്ളൊരു തോന്നിയിട്ടില്ല. ഒരു മാന്യത കാണിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും അയാള് ഇത്രയുള്ള പ്രശസ്തി, ഒരു പ്രത്യേകിച്ച് സിനിമാരംഗത്തൊക്കെ പ്രശസ്തിയായിട്ടുള്ള ഒരു സ്ത്രീ എന്തും പറയാമെന്നുള്ള അയാളുടെ നിലപാട് ഏറ്റവും വലിയ പ്രകരമാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, പോലീസുകാരുടെ ഭാഗത്തു നിന്ന് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ജനപ്രതിനിധികള്, ഭരണാധികാരികള്, അതുപോലെ മറ്റ് സാധാരണക്കാരായിട്ടുള്ള ഒട്ടേറെ സ്ത്രീകള് ധാരാളം കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ സൈബർ മേഖലയിലുള്ള അതിനിഷ്ഠൂരമായ ആക്രമണമേറ്റ് കൊടുത്ത കേസുകളിലെല്ലാം ഇതുപോലെ പോലീസുകാർ ആക്ട് ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി എനിക്ക് ഇക്കാര്യത്തിലുണ്ട്. തീർച്ചയായും അതിന്റെ മുറയ്ക്ക് തന്നെ ആകും നടക്കുക. ശ്രീമതി ടീച്ചർ, ഈ രീതിയിൽ ആഭാസം ചൊരിയുക സ്ത്രീകൾക്കെതിരെ ഒരു പരിഷ്കൃത ജനതയ്ക്ക് ചേരാത്ത വിധം, അത് ഈ ബോബി ചെമ്മണ്ണൂരിൽ മാത്രം ഒതുങ്ങുന്നതല്ല. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇതൊരു സമീപനമായി കേരളത്തിൽ വരുന്നു. ഇതിനൊക്കെ എതിരെ നിയമ നടപടികൾ മാത്രമാണ് പ്രഥമ ദൃഷ്ട്യ അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായി ചെയ്യാവുന്ന ആദ്യ കാര്യമെന്നത്. അതാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഹണി റോസിൻ്റെ വിഷയത്തിൽ പ്രത്യേകിച്ചും ഒരു സ്ത്രീയെ, അത് സെലിബ്രിറ്റിയാണ് ആയതുകൊണ്ട് കൂടുതലായി പിന്തുടർന്ന് ആക്രമിക്കുക, ഇത്തരത്തിൽ ബിസിനസ് ടൈക്കൂണായ ഒരു വ്യക്തി തന്നെ അതിന് നേതൃത്വം നൽകുക, ഇത് ഇപ്പോൾ മാത്രമല്ല മുമ്പും ഇതിന് സമാനമായ പല വിധത്തിലുമുള്ള പരാമർശങ്ങൾ ബോബി ചെമ്മണ്ണൂറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലം ഇവിടെ പരിഗണിക്കപ്പെടേണ്ടതുണ്ട്, ഇല്ലേ ടീച്ചർ? തീർച്ചയായിട്ടും ഇയാൾ ചെയ്തിട്ടുള്ള കുറ്റം രണ്ട് കാരണങ്ങളാൽ കുറച്ചുകൂടി ഗൗരവമുള്ളതാണ്. കാരണം സാധാരണ നിലയിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന സൈബർ അറ്റാക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇയാള് തന്നെ ഇങ്ങനെയുള്ള പെൺകുട്ടികളെ ക്ഷണിച്ചു വരുത്തുക, എന്നിട്ട് മുഴുവൻ ആയിരക്കണക്കിന് ആളുകൾ നോക്കി നിൽക്ക് വളരെ മോശമായ രീതിയിൽ, വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുക, അല്ലെങ്കിൽ വളരെ ആളുകൾക്ക് വൈദ്യരാണെന്ന് തോന്നുന്ന വിധത്തിൽ പെരുമാറുകയോ അല്ലെങ്കിൽ ദയാർത്ഥ പ്രയോഗം നടത്തുകയോ ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് അങ്ങേയറ്റം കൊള്ളരുതായ്മയാണ്. അത് സോഷ്യൽ മീഡിയയിൽ വരുന്ന സൈബർ അറ്റാക്ക് പോലെ തന്നെ ഒരു ആക്രമണം ഉണ്ട്. അതോടൊപ്പം ക്ഷണിച്ചു വരുത്തിയിട്ട് അധിക്ഷേപിക്കുകയോ അപമാനിക്കുകയോ പറയുകയോ അശ്ലീലം പറയുകയോ ചെയ്യുന്ന സ്ഥിതി കൂടിയാണത്. അത് അതിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചിട്ടുണ്ടത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി വളരെ ഗൗരവത്തിൽ ഇത് എടുത്ത് എത്രയും വേഗത്തിൽ, അത് ഉന്നതനൊന്നും പറയാൻ ഈ വ്യവസായ പ്രമുഖൻ എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലാതെ വ്യക്തിപരമായ ഉന്നതിയല്ല ഉദ്ദേശിച്ചത്. വ്യവസായം പണമുണ്ടെങ്കിൽ ഔന്നത്യം ഉണ്ടോ സുഹൃത്തെ? അതില്ലല്ലോ. പണം ഉണ്ടാവല്ലോ. സംസ്കാരം കൊണ്ടും സാമൂഹ്യ അവബോധം കൊണ്ടും പൗരബോധം കൊണ്ടും എല്ലാം കാണിക്കുമ്പോഴല്ലേ ഒരാളുടെ ഔന്നത്യം. അപ്പൊ നിങ്ങൾ പറഞ്ഞത് ആരോഗ്യത്തെ ശരിയാണ്, വലിയ പണക്കാരനായിരിക്കാം. പക്ഷെ അത് കേരളത്തിൽ മാത്രമേ എടുത്തു കാണുന്നുള്ളൂ. ഞാൻ അതാണ് ഫോക്കസ് ചെയ്യുന്നത്. കേരളത്തിൽ അത് നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. കേരളത്തിൽ മലയാളികൾക്ക്, കുറച്ച് ആളുകൾക്കെങ്കിലും വളരെ വളരെ വൃത്തികെട്ട അബദ്ധമായ സാംസ്കാരിക ബോധം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ രൂപത്തിൽ സോഷ്യൽ മീഡിയയിലൂടെയും ഇതുപോലെ നേരിട്ടും എല്ലാം ഇത്തരത്തിലുള്ള വാക്കുകളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും അശ്ലീല പ്രയോഗങ്ങളും വരുന്നത്. ഒരു സ്ത്രീയെ എത്രമാത്രം താഴ്ത്തിക്കെട്ടാമോ അതിന് ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അത് സംസ്കാരത്തിന്റെ ലക്ഷണമല്ല. ഇത് പണം അയാൾക്ക് ഉണ്ടാവാം, പക്ഷെ അയാൾക്ക് സംസ്കാരത്തിന്റെ കുറവ് നല്ലപോലെ ഉണ്ട് എന്നുള്ളതല്ലേ ഇത് തെളിയിക്കുന്നത്. തീർച്ചയായും നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചത്.